ഇതേ പഴയ UDF ഒന്നുമല്ല, ഇത് ടീം UDF ആണ്. ടീം UDF. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ച് 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിൽ വരും. നിങ്ങളുടെ ഈ വർഗീയത, നമുക്കൊരു നിലപാടുണ്ട്. ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും വേണ്ട. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. വെള്ളം ചേർക്കില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാൾ UDFന് പ്രധാനം വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടണമെന്നാണ്. ഇവിടെ തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ നിൽക്കുന്ന കുറെ ആളുണ്ട്. വർഗീയതയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുക. അവരുടെ കയ്യിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഉള്ളിൽ തട്ടി പറഞ്ഞ വാക്കുകൾ, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ച് നാൾ കൂടെ ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാവും. പിന്നെ ഓർമ്മ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ കേരളം ഉണ്ടാകും. നമ്മുടെ കേരളം, നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും ഉണ്ടാകും. അവർ ജീവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ കലഹിക്കുന്ന ഒരു കേരളം ഉണ്ടാകാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അതാണ് UDFന്റെ നിലപാട്. രാഷ്ട്രീയ നിലപാടാണ്. എന്ത് നഷ്ടം വന്നാലും നമ്മൾ ആ നിലപാടിൽ നിന്ന് നമ്മൾ പിന്നോക്കമില്ല. അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്. ഈ പുതുയുഗ യാത്രയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതും വരാനിരിക്കുന്ന നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിനാണ്. അവരുടെ ജീവിതം, അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം.